ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോകാൻ പോകുകയാണ്. നമ്മൾ ഈരാറ്റുപേട്ടയിലുള്ള നമ്മളൊരു കസിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആവാറായ സമയം. നമുക്കിനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആദ്യമേ പോയി അവരെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ തണ്ണീർമുക്കം ഏറ്റുമാനൂർ ഒരു വഴിയാണ് ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നത്. ഇവിടെ AC റോഡൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ വഴി പോകുന്നത് കുറച്ചുകൂടെ പാടുമാണ്. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പം കൂടുതലാണെന്ന് തോന്നുന്നു ഇതിലേ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഓക്കെ, ബൈ. അപ്പം അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. എനിക്ക് രാവിലെ ഈ യാത്ര പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ആലപ്പുഴ ടൗണിൽ തന്നെയുള്ള തോണ്ടംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രമാണ് നമ്മുടെ നേരെ ഫ്രണ്ടിൽ കാണുന്നത്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഓപ്പോളിൻ്റെ അടുത്തേക്കാണ്. ഇവിടെ എത്തിയപ്പം ഓപ്പോള് കയറിയായിരുന്നു, പക്ഷെ നമുക്കതിൻ്റെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓപ്പോള് പുറകെ കൂടെ ആയിരുന്നു കയറിയത്. നമ്മൾ ഇവിടെ നിന്നാണ് അവരെ പിക്ക് ചെയ്തുകൊണ്ട് പോയത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് രാവിലെ. നമ്മളിപ്പോൾ പോകുന്നത് തണ്ണീർമുക്കം ഏറ്റുമാനൂർ റൂട്ടിലോട്ടാണ് പോകുന്നത്. നമ്മൾ തണ്ണീർമുക്കം ബണ്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ പോകുന്നത്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂ ആണ്. രാവിലെ ആണെങ്കിലും കിഴക്കോട്ട് പോകുന്നുണ്ട്. ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ആ ഒരു പ്രകാശവും നല്ല ആ ഒരു വെയിലും പിന്നെ ആ ഒരു വെള്ളത്തിലോട്ട് വെയിൽ വീഴുന്നതിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത്. ഇവിടെ രാവിലെയും വൈകിട്ടുമാണ് വരുന്നത്. കൂടുതൽ പേരും വൈകിട്ടാണ്. ഇവിടെ ഒരു ചെറിയ ഫാമിലിയൊക്കെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തണ്ണീർമുക്കം ബണ്ടെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ തണ്ണീർമുക്കത്ത് നിന്നും ഏറ്റുമാനൂർ റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടുണ്ട്, AC റോഡ്. ആ റോഡിൽ കാണുന്ന അതേ സെയിം കാഴ്ചകളാണ് ഈ ഏറ്റുമാനൂർ റോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ട് സൈഡും പാടശേഖരങ്ങളും ഒരുപാട് കൃഷിസ്ഥലങ്ങളും ഒക്കെ തന്നെയാണ് നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നത്. പുറകിൽ ഇത് അമ്മയും ഓപ്പോളും എല്ലാം ഇരിപ്പുണ്ട്. ആരും പിന്നെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുവാണ്. രാവിലെ എന്തായാലും ഈ റൂട്ടിൽ കൂടെ പോകുന്നവർക്ക് നല്ല കാഴ്ചയാണ് കാണാനുള്ളത്. ഞാൻ എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ അങ്ങനെ ഏറ്റുമാനൂർ റൂട്ടിലുള്ള നമ്മുടെ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ സമയം 7:30 ആയിട്ടേ ഉള്ളൂ. സൂര്യനൊക്കെ ഉദിച്ച് വരുന്ന നല്ലൊരു മോർണിംഗ് വൈബാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഈ പാടശേഖരം തന്നെ കണ്ടാൽ അറിയാൻ പറ്റും. സൂര്യൻ ഉദിച്ച് വരുന്ന ആ വെയിലൊക്കെ തട്ടിയിട്ട് ഇത് കൊയ്തെടുക്കാൻ പാകമായി നിൽക്കുന്ന ഒരു പാടശേഖരമാണിത്. അതുകൊണ്ട് തന്നെ ആ വെയിലൊക്കെ അടിക്കുമ്പോൾ ആ ഗോൾഡൻ കളറെന്നൊക്കെ പറയുന്നത് നല്ല സൂപ്പറാണ് കാണാനായിട്ട്. അതിൻ്റെ ഒരു വൈബ് നമ്മൾ നേരിട്ട് വന്ന് കാണുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. നമ്മുടെ രണ്ട് സൈഡും പാടശേഖരമാണ് ഇപ്പോൾ ഉള്ളത്. കൊയ്യാൻ പാകമായി നിൽക്കുന്ന വയലാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അകത്ത് കുറേ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് നല്ല മഴയും കാറ്റും വരുന്നത്. അതിൻ്റെ അകത്ത് കുറേ കറ്റകൾ ഇതെല്ലാം മറിഞ്ഞ് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് അങ്ങ് ദൂരെ വരെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ അങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു കാഴ്ച ഉണ്ട്. അപ്പം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചാണ് നമ്മളിവിടെ നിർത്തിയത്. നമ്മളിനി ഏറ്റുമാനൂർ റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റുമാനൂർ അമ്പലത്തിലും കൂടെ കയറണം. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരാം. ഇപ്പം നമ്മൾ കല്ലറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കല്ലറ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗൺഷിപ്പാണ്. കല്ലറ കഴിഞ്ഞാലും നമുക്ക് രണ്ട് വശത്തുമായിട്ടും പാടശേഖരങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്നത് റെയിൽവേ പാലമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനും വരുന്നത്. നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിലും കൂടെ ഒന്ന് കയറുന്നുണ്ട്. ഇന്ന് വൃശ്ചികം 1-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അമ്പലത്തിലും കൂടെ കയറിയിട്ട് പോകാം എന്ന് വിചാരിച്ചതും. അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അമ്പലത്തിൻ്റെ എൻട്രൻസിന് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്.
നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് അമ്പലത്തിലുള്ളത്. നമ്മൾ വന്ന സമയം എന്ന് പറയുമ്പം അമ്പലത്തിൻ്റെ നട അടച്ചിരിക്കുമായിരുന്നു പൂജയ്ക്കായിട്ട്. അപ്പോൾ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്ത് ഉപദേവതകളെല്ലാം തൊഴുത് തൊട്ടടുത്ത് തന്നെ ഒരു കൃഷ്ണൻ്റെ ഒരു ചെറിയൊരു അമ്പലം കൊണ്ടുണ്ട്. നമ്മൾ അവിടെയൊക്കെ കയറി തൊഴുതതിന് ശേഷമാണ് നമ്മൾ മെയിൻ പ്രതിഷ്ഠയായിട്ടുള്ള മഹാദേവൻ്റെ പ്രതിഷ്ഠയെ നമ്മൾ തൊഴാൻ വേണ്ടി പോയത്. അപ്പോഴും അടച്ചിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് തുറന്നിട്ടുള്ളത്. ഇത് തിരക്കായതുകൊണ്ട് തന്നെ ഒത്തിരി പേരാണുള്ളത്. മാലയിടാനും മലയ്ക്ക് പോകുന്നവരായിട്ടുള്ളവരും അല്ലാതെ ഉള്ള ഭക്തരും ഒത്തിരി പേരെ എനിക്ക് കാണാൻ പറ്റി. നല്ലൊരു ആംബിയൻസും വൈബുമായിരുന്നു രാവിലെ തന്നെ. ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളുമേറ്റുമാനൂരപ്പ. ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര ചൊല്ലിടുമെന്നുടെ പാപം തീർക്കണേ ജഗദീശ്വര. ആശ്രയിക്കുന്നോർക്കാശ്വാസമേകും ആശ്രിത വത്സ ശങ്കര. ഏറ്റുമാനൂരിൽ വാഴുമീശ്വര ശങ്കര പരമേശ്വര ഏഴര തോന്നണേ തവ തിരുരൂപം എന്നും കൈതൊഴാ. കരുണയോടങ്ങു തൃക്കൺ പാർക്കേണം വിശ്വമൂർത്തേ ശിവ ശിവ. ഏറ്റുമാനൂരിൽ